എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. എനർജറ്റിക് മൂവ്മെൻറ്റ്, ഗൈഡൻസ്, empowerment, childlike expression, understanding, openness. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു സമയമായിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് ഡെയിലി ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിൽ പോലും ഡെയിലി നമ്മൾ സ്ഥിരം ചെയ്തും ചില സമയങ്ങളിലൊക്കെ മടുപ്പ് തോന്നുന്ന കാര്യങ്ങൾ പോലും വളരെയധികം നല്ലൊരു വൈബ്രേഷൻ, നല്ലൊരു എനർജിയാണ് നിങ്ങൾ. അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും എപ്പോഴും ഉത്സാഹമായിരിക്കും എല്ലാ കാര്യങ്ങളും. സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ആണെങ്കിൽ പോലും അത് വളരെ കൗതുകത്തോടു കൂടി നോക്കി കാണുക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പുതുമയോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് കുറച്ച് നാളായി എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ബ്രേക്ക് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഫ്രഷ് എയർ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിതത്തിലൊരു സുഗന്ധം പരത്തുന്ന തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പലരെയും സംബന്ധിച്ച് ലൈഫിൽ പല ചലഞ്ചസും ഉണ്ടാകാം. ആ ഒരു ജീവിതത്തിലെ തടസ്സം എന്ന് നിങ്ങൾ കരുതുന്ന അതൊക്കെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് മാറിക്കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവസരങ്ങൾ മുന്നിൽ വരുന്നുണ്ട്. പോസിറ്റീവ് എനർജിയാണ്. ഇതിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയമായിട്ടുള്ളൊരു ചൈതന്യം നിങ്ങളുടെ കുടികൊള്ളുന്ന ഒരു ഫീലിംഗ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസ്, സ്റ്റക്കായിട്ടുള്ള ഫീലിംഗ്, നെഗറ്റിവിറ്റി, അങ്ങനത്തെ സിറ്റുവേഷൻസിനൊക്കെ നിങ്ങൾക്ക് പുറത്ത് കിടക്കാനായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മാസം പ്രത്യേകിച്ച് പറ്റുന്നവരാണ് എങ്കിൽ ഹിന്ദുസ് ആയിട്ടുള്ളവർ ചോറ്റാനിക്കര ക്ഷേത്രം സന്ദർശിക്കുക. അതേപോലെ തന്നെ വഴിപാടുകൾ, മറ്റ് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു നെഗറ്റീവ് എനർജീസ്, ശരീരത്തിൽ ഒരു നെഗറ്റീവ് ഫീലിങ്ങും മാനസികവുമായിട്ടൊക്കെ നെഗറ്റിവിറ്റി തോന്നുന്നവർ ചോറ്റാനിക്കര ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. അത് ഹിന്ദുസ് ആയിട്ടുള്ളവർ ക്ഷേത്രത്തിൽ പോവുകയും അല്ലാത്തവർ വഴിപാടുകളായിട്ട് പുറത്തുനിന്ന് കഴിപ്പിക്കാറുണ്ട്. ഇങ്ങനത്തെ നെഗറ്റീവ് എനർജീസ്, തീയ ശക്തികളൊക്കെ മാനസികമായിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിംഗ്, നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് നമ്മൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ക്ഷേത്രത്തിൽ വഴിപാടുകൾ പറഞ്ഞ് കഴിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അതുകൂടി ശ്രദ്ധിക്കുക. ഗൈഡൻസ് ആണ് ഇവിടെ പലരെ സംബന്ധിച്ച്. അതായത് ദൈവാനുഗ്രഹം നല്ലതുപോലുള്ള സമയമാണ് എന്ന് പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ പലരും വിശ്വസിക്കുന്ന, അതായത് കണ്ണേറ് ദോഷം അല്ലെങ്കിൽ ബാധ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ, നെഗറ്റീവ് എനർജീസിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഹിന്ദുസ് ആണെങ്കിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക, ക്രിസ്ത്യൻസ് മെഴുതിരി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത്, മുസ്ലിംസ് അവരുടേതായിട്ടുള്ള രീതിയിൽ നിസ്കരിക്കുക. കൃത്യമായിട്ട് 5 നേരം നിസ്കരിക്കാനൊക്കെ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. ദിവസത്തിൽ ഒരിക്കലെങ്കിലും പറ്റുന്ന സമയത്ത്, അത് വൈകുന്നേരത്തെ ആണ് എങ്കിൽ, അല്ലെങ്കിൽ പ്രഭാതത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക. ഈ ഒരു സമയം നിങ്ങൾക്ക് കുറച്ചൊരു ചുറ്റും, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസ് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടുന്ന ആ ഒരു ആത്മീയമായിട്ടുള്ള ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ, വളരെ എനർജറ്റിക് ആയിരിക്കും ഫിസിക്കലി, എല്ലാ കാര്യത്തിലും വളരെ ആ ഒരു എനർജി നിങ്ങളുടെ കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലാകുന്ന സമയത്ത് മറ്റ് നെഗറ്റീവ് എനർജീസും നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നത് കൊണ്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുമ്പോൾ ജീവിതം നല്ല സ്മൂത്തായിട്ട് പല കാര്യങ്ങളിലും പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നവർക്ക് ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകാം. അല്ലാത്തവരാണെങ്കിലും പ്രാർത്ഥന എല്ലാവർക്കും നല്ലത് തന്നെയാണ്, ആത്മീയതയായാലും. അതിൽ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ കാര്യങ്ങൾ, കോളേജ് കാര്യങ്ങളിൽ, പഠിത്ത കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ അലഞ്ഞ് പോകാനുള്ള, അതായത് ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട്
അതിൽ നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ആക്കുന്ന ഇപ്പോൾ ടി വി, മൊബൈൽ, വീഡിയോ ഗെയിംസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു മാസം അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ എനർജി വളരെയധികം വളരെ സ്ട്രോങ് എനർജി ഉള്ള സമയമാണ്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ മുമ്പ് ചെയ്യാനായിട്ട് മടിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും മുന്നേറാൻ ആഗ്രഹിച്ചിരുന്നതൊക്കെ മുന്നോട്ടേക്ക് ജീവിതത്തിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ പല 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 കാര്യങ്ങളും പുതിയതായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എന്തെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക്, അത് നിങ്ങൾ താഴേക്കടയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് നെഗറ്റീവ് എനർജീസിൽ നിന്ന് മാറുന്ന കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തടസ്സങ്ങളൊക്കെ വകഞ്ഞു മാറ്റി കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ നല്ലൊരു സമയമാണ്. ഈ ഒരു സമയത്ത് ജോലി സംബന്ധമായിട്ട് ശ്രദ്ധ കൂടുതൽ, അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കരിയർ, ഫിനാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുള്ള സമയമായിരിക്കും. അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുക, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് മുന്നേറുമ്പോൾ ദൈവികമായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും കരിയറിൽ മുമ്പോട്ടേക്ക് പോകുമ്പോൾ പലരും ഭയങ്കരമായിട്ട് കരിയറിൽ കോൺസെൻട്രേറ്റും, ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ പോലും മറന്നു പോകുന്നുണ്ടാവും, ഫാമിലി. അപ്പോൾ അത് മറന്നു പോകാതെ, അതേപോലെ പ്രത്യേകിച്ച് സ്പിരിച്വൽ കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുക. വളരെയധികം മെറ്റീരിയലിസ്റ്റിക്, അതായത് സാമ്പത്തികം, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് മൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതൊരു തരത്തിലൊരു കോൺഫിഡൻസ്, ഒരു സോഷ്യൽ എംപവർമെൻറ്റ് എന്നൊക്കെ പറയുന്ന ഇതിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു സൈഡ് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവയിൽ കൂടുതൽ മുന്നേറുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പുറകോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നിഷ്കളങ്കത, നിങ്ങളുടെ ഉള്ളിലുള്ള കുട്ടിത്തം കളയാതെ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു മാസമാണ് ഈ ഒരു മാസം. കാരണം പലരെ സംബന്ധിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതകവശാൽ അസ്ട്രോളജി ബേസിസിൽ നോക്കുന്നവരാണെങ്കിൽ നോക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം അതിനനുസരിച്ചിട്ട് നോക്കുക. കാരണം ഒത്തിരി വ്യത്യാസങ്ങൾ പലരിലും പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നക്ഷത്രഫലമാണ് പറയുന്നത്. ഇപ്പോൾ നക്ഷത്രഫലം നമ്മൾ പറയുമ്പോൾ നക്ഷത്രങ്ങളുടെ ബേസിസിൽ, മൂൺ സ്റ്റാറിൻ്റെ ബേസിൽ ജനന സമയം നോക്കിയിട്ടാണ് പറയുന്നത്. ഒരാളുടെ ആ ഒരു ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ ഒരു ജനനം, നക്ഷത്രഫലം, അതായത് ലൂണാർ എനർജി അല്ലെങ്കിൽ ലൂണാർ കലണ്ടർ വച്ചിട്ട് മാത്രമല്ല നമ്മൾ ഇപ്പോൾ നക്ഷത്രം എന്ന് പറയുന്ന ലൂണാർ എനർജി അല്ലെങ്കിൽ സോളാർ, നിങ്ങളുടെ നക്ഷത്രം അല്ലെങ്കിൽ നിങ്ങളുടെ, അതായത് മൂൺ സൈൻ നമ്മൾ പറയും, അതാണ് നക്ഷത്രം. സൺ സൈൻ അല്ലെങ്കിൽ സോഡിയാക് സൈൻ, അത് ഇംഗ്ലീഷ് മാസം, ജനന ദിവസവും സമയം നോക്കിയിട്ട് പറയുന്ന. അതേപോലെ നിങ്ങളുടെ ലഗ്നം, ഈ 3 കാര്യങ്ങളും കൂടി ചേർത്തിട്ട് ഉള്ള ഒരു രീതിയിലാണ് നോക്കേണ്ടത്. അപ്പോൾ മറ്റു കാര്യങ്ങളിൽ കൂടി ഒന്ന് നോക്കി ശ്രദ്ധിക്കുക. ഓരോരുത്തരുടെ ഓരോ തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവർ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം നോക്കുക. എന്നിരുന്നാലും നിങ്ങളുടെ ജനന ദിവസത്തും ജനന മാസം, ഇംഗ്ലീഷ് മാസത്തിനും ലഗ്നത്തിനും ഒക്കെ ഒത്തിരി പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എന്ത് തന്നെയായാലും നിങ്ങൾ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും തമ്മിൽ, അതേപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ലോ വൈബ് എനർജി ഉണ്ട്. വളരെ എനർജറ്റിക് ആയിരിക്കും നിങ്ങൾ, പക്ഷെ അതേസമയം തന്നെ നിങ്ങളുടെ ഉള്ളിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ലോ വൈബ് എനർജിയും ഹൈ വൈബ് എനർജിയും തമ്മിലുള്ള ഒരു പോരാട്ടം. ആ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ നിങ്ങൾ ആത്മീയതയിലൂടെ നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ പറ്റും. പിന്നെ ഗണപതി ഭഗവാനെ പ്രത്യേകം ആരാധിക്കുക എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, അതായത് പ്രായമായിട്ടുള്ള മാതാപിതാക്കളുള്ളവരാണെങ്കിൽ മാതാപിതാക്കളുമായിട്ട് സമയം കൂടുതൽ ചിലവഴിക്കുന്നതും, കുറച്ച് ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള സംസാരങ്ങൾ കൂടുതലായിട്ടായിരിക്കും കാണിക്കുന്നത്. പിന്നെ അവരുടെ ആരോഗ്യം, അവരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കുട്ടികളുള്ളവരാണെങ്കിൽ
അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ആത്മീയപരമായിട്ട് ഇതിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കാരണം കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും കൂടുതൽ. കരിയർ, ഫിനാൻസ്, സാമ്പത്തികവും ജോലിയുമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കും. ആ സമയത്ത് മറ്റുള്ള കാര്യങ്ങൾ വിട്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.